ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ച ഇന്നല്ല, ഇന്നലെ ആയിരുന്നു. അന്നേരം അതിൻ്റെ ഞാൻ ഫാസ്റ്റിങ് നോമ്പെടുത്തതിൻ്റെ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ഉറക്കം വരുന്നില്ല, വിശപ്പുള്ളതുകൊണ്ടായിരിക്കും ഉറക്കം വരാതെ. 3:10 സമയം. ഇനിയൊരു 5 മണിക്കൂറും കൂടി കഴിയണം. സമയം പോകുന്നില്ല. എല്ലാ സമയത്തേക്കും സമയം പെട്ടെന്ന് പോകുന്ന. ഇപ്പം സമയം പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോയി കേട്ടോ. കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ പൊരി വെയിലത്ത് താഴെ നിന്ന് ഇങ്ങനെ നടന്ന് വരുക. ഫുള്ള് വെയിലാണ്. എന്നാന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്നാ, ഓരോ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം ഓരോ സമയത്ത് നമ്മൾ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ കുറേ നടന്നു. കുറേ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടുത്തെ സമാപനം കുരിശിൻ്റെ വഴി തീർന്നു. ഏകദേശം കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം നടക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കും. ഭയങ്കര പാടാ. അന്നേരം ഇതാ നമ്മുടെ സ്റ്റാർട്ടിങ് കുരിശിൻ്റെ വഴിയുടെ. വീഡിയോ എഡിറ്റ് ചെയ്യണം. കുറച്ചുകൂടെ ദാഹിക്കുന്നു. ഇച്ചിരൂടെ വെള്ളം കുടിക്കാം. ഫാൻ ഇട്ടിരിക്കുക. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് നോമ്പാ കേട്ടോ. ഇന്ന് ഇപ്പം സമയം ഏകദേശം നോക്കട്ടെ. വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് നോമ്പെടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പോലത്തെ ഒരു നോമ്പല്ല. സമയം ഏകദേശം 6:42. അന്നേരം പള്ളിയിൽ പോകാൻ വേണ്ടി പോവാ. അന്നേരം ഇന്ന് നമ്മളൊന്നും കഴിക്കില്ല. ഒരു 9 മണി വരെ ഒന്നും കഴിക്കില്ല. എത്ര മണിക്കൂർ? ഒരു 7 മണി കൂട്ടിക്കും. 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 14 മണിക്കൂറത്തേക്ക് ഒന്നും കഴിക്കില്ല കേട്ടോ. 14 മണിക്കൂറത്തേക്ക് ഏകദേശം 15 മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നും കഴിക്കില്ല. ഇപ്പം രാവിലെ ഒരു 6:45 ഒരു ചെറിയ ബ്രെഡിൻ്റെ കഷ്ണവും ഒരു കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അന്നേരം കഴിക്കില്ലെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുവേ. വേറെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കാം. ഗ്യാസ് കയറുക കാര്യമൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് അങ്ങനെ കുറേ നാൾ മുമ്പ് കുറച്ച് മണിക്കൂറത്തേക്ക് ഒന്നും കഴിക്കാതിരുന്നായിരുന്നു. ഒരു ഏകദേശം 8-9 മണിക്കൂറത്തേക്ക് ഒന്നും കഴിക്കാം. അന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോക്കാം നമുക്ക് ഏതായാലും. അന്നേരം പള്ളിയിൽ പോയിട്ട് കയ്പുനീര് കുടിക്കേണ്ടി വരുമേ. അന്നേരം അത് കുടിക്കേണ്ടി വരും. അന്നേരം നമുക്ക് കാണാം. വേറെ ഒന്നും കഴിക്കില്ല. ഒരു ലിറ്റർ വെള്ളം മാത്രം എടുത്തു വെച്ച് കുടിക്കുന്നതാണുള്ളത്. ഞാൻ നേരം വ്ളോഗിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെ പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പ്രാർത്ഥന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഒരു കയ്പുനീരുണ്ട്. കയ്പുനീര് അത് എന്തെങ്കിലും കയ്പുള്ള സാധനം വെച്ചിട്ട് ഒരു ചെറിയൊരു ആചാരം. അത് ചെറുത് കുടിക്കണം എന്നുള്ള ഒരു ഗ്ലാസ്. ഇങ്ങനെ ഭയങ്കര കയ്പായിരിക്കും, നല്ല കയ്പായിരിക്കും. അത് കുടിക്കുക. അന്നേരം ഇന്ന് ഒരു 9 മണി വരെ ഒന്നും കഴിക്കില്ല, വെള്ളം മാത്രം കുടിക്കുള്ളൂ. നോക്കാം അതെന്താ 9 മണി വരെ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 9 മണി വരെ എന്താ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട്. അന്നേരം എന്തെങ്കിലും കഴിച്ചതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ബ്രെഡിൻ്റെ ചെറിയൊരു കഷ്ണമേ കഴിച്ചുള്ളൂ. കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഒരു കാപ്പിയും കുടിച്ചു. അത് മാത്രമേ കഴിച്ചുള്ളൂ. ഏകദേശം 6:45 കഴിച്ചതാണ്. എല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ. ടാർ ചെയ്ത് ബൈക്കിന് പോവാം. 7 മണിക്കാണ് കുർബാന. പിന്നെ ബൈക്കിന് പോയില്ലേ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ താമസിക്കും. എപ്പോഴാണ് ബസ് കാണുന്നതെന്ന് അറിയില്ല.
അങ്ങനെ കുരിശിൻ്റെ വഴി തുടങ്ങി കേട്ടോ. തുടങ്ങിയില്ല, പള്ളിയിൽ ഇപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. കുർബാനയൊക്കെ ചൊല്ലുക. അന്നേരം അത് അപ്ലോഡ് ചെയ്താൽ ശരിയാവില്ല. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിന്. അന്നേരം പിന്നെ രണ്ടാമത് എടുക്കുന്ന പള്ളിയിലെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുരിശിൻ്റെ വഴിക്ക് പോകുന്നത്. ഞാൻ വൈകുന്നേരമാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുരിശിൻ്റെ വഴി രാവിലെ തന്നെ ആയിരുന്നു. അങ്ങനെ പള്ളിയിൽ ഇച്ചിരി നേരം കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അന്നേരം ഞാൻ രാവിലെ നോമ്പെടുത്തല്ലേ, രാവിലെ ഒന്നും കഴിക്കാൻ ഇരുന്നോ? ഒന്നും കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളിയിലെല്ലാം കഴിയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്പനീര് കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് കുറേ പേര് പോയി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. കയ്പനീര് കുടിച്ചോടെ അതും കഴിഞ്ഞിട്ടാണ് ഈ മറ്റേ ഇതിന് പോകുന്നത്, കുരിശിൻ്റെ വഴിക്ക് പോകുന്നത്. അങ്ങനെ കുരിശിൻ്റെ വഴി തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ പോകാനുണ്ട്.
ഭയങ്കര വെയിലാണ് കേട്ടോ. ആ സമയത്ത് രാവിലെ ഒരു 10-10:30 കാണ്ടായി തുടങ്ങിയപ്പം. നമ്മൾ പിന്നെ കഴിഞ്ഞപ്പോൾ ഒരു 12:30. അത്രയ്ക്ക് പതിയല്ലേ പോകുന്നത്, ഇത്ര ആൾക്കാരുമില്ല, അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. മടുത്തു. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്തൊന്നും ഒന്നും കുടിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ലായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാപ്പിയും ഒരു ഇതും കഴിച്ചിട്ട് പോയതാണ്. അത് അല്ലെങ്കിൽ ഞാൻ അതും കൂടെ കഴിക്കത്തില്ലായിരുന്നു. ഇത്രയല്ല, തലകറങ്ങി വീഴാതൊക്കെ ഇരുന്നത്.
ഇത് ശരിക്കും ഒരു കുത്തനെയുള്ള കയറ്റം കേട്ടോ. അവിടെ ഇപ്പം ആ പൊരുവേലത്ത് കയറിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടില്ലേ. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഒരു ത്യാഗമാണ്. നമ്മുടെ അച്ഛനെ കണ്ടില്ലേ, അച്ഛൻ പുള്ളി എന്താ പറയുക, ഇപ്പം നോമ്പൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഈ കുരിശെല്ലാം പിടിച്ചുകൊണ്ട് കയറുന്നത്. ഈ സമയത്താകുമ്പോൾ നമുക്ക് മിക്ക പള്ളികളിലും ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയൊക്കെ. അങ്ങനെ ഏകദേശം കുരിശിൻ്റെ വഴിയൊക്കെ അവസാനിച്ചു, തീർന്ന്. നമ്മൾ ഞാൻ അവിടുന്ന് നമുക്ക് തിരിച്ച് നടക്കാനുണ്ട് കേട്ടോ. വണ്ടിയൊന്നും കൊണ്ടുവരില്ലായിരുന്നു. അവിടുന്ന് ആ വെയിലത്ത് നടന്ന് പറ്റുന്നില്ല. പള്ളിയിൽ പോകുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം കുടിച്ചു. പെട്ടെന്ന് അങ്ങ് കുടിച്ചതാണ്, കുറച്ചേ കുടിച്ചുള്ളൂ. അന്നേരം ആ 1 ലിറ്റർ കുപ്പിയിൽ അതിനനുസരിച്ച് ഇനി എടുക്കുള്ളൂ വെള്ളം. 1 ലിറ്റർ വെള്ളം കൊണ്ട് പറ്റുമോയെന്നറിയില്ല. പിന്നെ ഐസ്ക്രീം വാങ്ങി കേട്ടോ. ഇത് ഞാൻ കഴിക്കില്ല, ഇപ്പം കഴിക്കില്ല. ഞാൻ 9 മണി ആ സമയത്തേ കഴിക്കൂ. പിന്നെ നാരങ്ങ വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴത്തേനല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നേരെ കഴിക്കുള്ളൂ. ഇപ്പോൾ വെള്ളം ആ കുപ്പിയിൽ വെള്ളം എടുത്ത് കുടിച്ചാലേ കറക്റ്റ് ആവുള്ളൂ. അവിടെ മറ്റേ ഇന്ന് കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. ഇന്ന് പോയിട്ട് വന്നത്തേനും തളർന്നു, ഭയങ്കര വെയിലായിരുന്നു. ഏകദേശം ഒരു 5-6 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടായിരുന്നു. ഇത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, 1 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ ഇത്രയും കുടിച്ചുകൊണ്ട് ഇത്രയും കുടിക്കുന്നില്ല. ഇത് അവിടെ കൊണ്ട് ഒഴിക്കാൻ വേണ്ടി പോവാം. ഇത്രയും വെള്ളമായിട്ട് 9 മണി വരെ നിൽക്കണ്ടേ, കഴിയുമോയെന്ന് അറിയത്തില്ല. കുപ്പി മാത്രമേ ഇതിൻ്റെ ഉള്ളൂ കേട്ടോ, നമ്മൾ കുടിക്കുന്നതൊന്നുമല്ല, ഇത് വേറെ കുപ്പിയാണ്. വേറെ ഇത് കുപ്പിയാണ് കേട്ടോ, വേറെ ചെങ്ങായി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ മേടിച്ചത്. ഇതാ ഇത്ര തണുത്ത വെള്ളം കുടിച്ച് ദാഹിക്കുമെന്ന്, ഇനി പരവേശം ഉണ്ടാകുമെന്ന് അറിയില്ല. ഒരു കുപ്പി വെള്ളമായിട്ടാണ് ഇനി വൈകുന്നേരം വരെ നിൽക്കണ്ടേ. കുപ്പി നമ്മുടെ അല്ല കേട്ടോ, വേറെ എവിടെയാ. അതിനകത്ത് വെള്ളം മാത്രമേ നമ്മുടെ ഉള്ളൂ. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും വെള്ളം ഊറ്റി കളഞ്ഞു. രാവിലെ കുറച്ച് ചായ കുടിച്ചില്ലേ, അതുകൊണ്ട് ഇത്രയും വെള്ളമായിട്ട് 9 മണി വരെ. 7 മണിക്ക് തുടങ്ങിയാണ്. പിന്നെന്താ പറയുക, ഇന്ന് കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. കുരിശിൻ്റെ വഴി പോയി ഭയങ്കരമായിട്ട് മടുത്തു. അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും വെള്ളം കുടിക്കാനും, പിന്നെ ലാസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു നടക്കാൻ വെയിലത്ത്. കുന്നൊക്കെ ഉണ്ടായിരുന്നു, കുന്ന് കയറാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മടുത്തു. ഞാൻ 9 മണി വരെ എനിക്ക് നിൽക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കും ഈ വെള്ളം കൊണ്ട്. തണുത്ത വെള്ളം കുടിച്ചാൽ നമുക്ക് പരവേശം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. വെള്ളം കുടിക്കാം, കുറച്ച് വെള്ളം കുടിക്കാം. ഇതുവരെ ആയിട്ട് വെള്ളം കുടിച്ചില്ല. കുറച്ച് മതി, കുറേ കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഭയങ്കര ചൂടാണ് ഇപ്പം.
ഇത്രയും വെള്ളം കുടിച്ചോളൂ കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഈ സ്റ്റിക്കർ അങ്ങ് പറിച്ച് കളയാം, അല്ലെങ്കിൽ പണിയാ. ഈ കുപ്പിയിലെ ഇതിലോട്ട് മാറ്റാൻ പോവാ കേട്ടോ. ഈ കുപ്പിയുടെ ഇത് പറിച്ചപ്പോൾ ഇങ്ങനായി. ഈ വെള്ളക്കുപ്പിയിലോട്ട് മാറ്റി വെച്ചിലൂടെ നല്ലത്. ഇതിലോട്ട് മാറ്റി വയ്ക്കാം, ഫ്രിഡ്ജ് വെക്കാം. ഈ കുപ്പി ഇങ്ങനെ സ്റ്റിക്കർ പറിച്ചപ്പോൾ ഇങ്ങനായി. ഇത് കണ്ടോ, ഞാൻ വെള്ളം വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇത്ര തന്നെ ഉള്ളൂ. ഇത് കണ്ടോ, എക്സ്ട്രാ ഒഴിച്ചിട്ടൊന്നുമില്ല. ഒരു തുള്ളി വെള്ളം പോലും കളയാൻ പറ്റൂല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും കളയാൻ പറ്റൂല. ഇന്ന് അങ്ങനെയാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര 14 മണിക്കൂർ 1 ലിറ്റർ വെള്ളമായിട്ട് നിൽക്കേണ്ടതാ. അതിലോട്ട് മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ആ കുപ്പി മറ്റേ ഇതിൻ്റെ ഡ്രിങ്ക്സിൻ്റെ കുപ്പിയല്ലേ, പിന്നെ പറിച്ചപ്പോൾ അതിനകത്ത് തന്നെ ആയിരുന്നു വെള്ളം. അത് പറിച്ചപ്പോൾ ഈ ഒരു ഇത് വന്നു, ഇങ്ങനെ മാറ്റാൻ വിചാരിച്ചു. ഇതിനകത്ത് ഒരു കട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഉരുകി കഴിയുമ്പോഴോട്ട് പോയി. ഇത്രയുണ്ട്, ഇതിനകത്തൊരു കട്ടയും കൂടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഐസും കട്ട. അത് ഒരുങ്ങി കഴിയുമ്പോൾ ഇതിലോട്ട് വയ്ക്കണം. ഒന്നും കഴിച്ചില്ല കേട്ടോ. സമയം ഏകദേശം എത്രയായി? സമയം ഏകദേശം അല്ല, 12:55. 12:50. നല്ല ചൂടായി. അത് ജനല് തുറന്നിടാം. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഈ ഫോണിലല്ല എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ്. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. ഇന്നല്ലേ വെള്ളിയാഴ്ച, ഒന്നെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു, കൂടെ വയ്ക്കാം. നേരത്തെ ഐസും കട്ട അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്ര വെള്ളം. ഫ്രിഡ്ജിൽ വെക്കാൻ വേറെ ആരും വന്ന് കുടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരറിയാതെ കുടിക്കും. നമുക്ക് ഇന്നൊരു വെള്ളമല്ലേ ഉള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്യണം. അത് കുറച്ചുകൂടെ ദാഹിക്കുന്നു. ഇച്ചിരൂടെ വെള്ളം കുടിക്കാം. ഫാൻ ഇട്ടിരിക്കുക. സമയം പോകുന്നില്ലല്ലോ, നല്ലതായിട്ട് വിശക്കുന്നുമുണ്ട്. ഉറങ്ങാം, കുറച്ച് നേരം കിടന്ന്. ഇവിടെ തറയിൽ കിടന്ന് ഉറങ്ങാം, താഴെ കിടന്ന് ഉറങ്ങാം. ബെഡിലൊക്കെ കിടക്കുമ്പോൾ നല്ല ചൂടായി. ഉറങ്ങിയാൽ വിശപ്പറിയുമോ? ഇതിൽ പണി ചെയ്തോണ്ടിരിക്കാം. ഇങ്ങനാണെങ്കിൽ നേരം പോകുന്ന അറിയില്ല, പക്ഷെ പെട്ടെന്ന് ദാഹിക്കും. അത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. വെള്ളം കുടിക്കട്ടെ. ഞാൻ ഒരാൾ മാത്രമായതുകൊണ്ട് ഒരു 2-3 പേരായിരുന്നെങ്കിൽ ഒരു രസമായി. ചലഞ്ച് എടുക്കാൻ വേണ്ടി. ചലഞ്ചല്ല ഇത്, സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഇന്ന് ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളിയാഴ്ചയും കൂടെ ആയി. അന്നേരം അതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കാം. വേറൊരു ദിവസം നല്ല അടിപൊളിയായിട്ട് എടുക്കാം.
കാരണം ഗുളിക ഇപ്പം ഞാൻ പറഞ്ഞേ ഈ ഗുളിക കഴിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം എടുക്കാൻ പറ്റില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ എടുക്കണം. ഇന്ന് ആകെ പറ്റിപ്പോയ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മറ്റേ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്ക്, അതിന് പോയി. അങ്ങോട്ടും ഒരു 4 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ടും ഒരു 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നേരത്തെ 6 പറഞ്ഞത്, അന്നേരം പപ്പായോട് ചോദിച്ചു, പപ്പ പറഞ്ഞു 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അങ്ങോട്ട് വെയിലത്തൊക്കെ നിന്നാണ് പോയത്. കയറ്റം ഉണ്ടായിരുന്നു അങ്ങോട്ട്. അതിൻ്റെ ക്ലിപ്പ് 2 തന്നെ ഇതിനകത്ത് ഇടാം കേട്ടോ. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഓവർ വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഓവർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വെള്ളം പെട്ടെന്ന് തീർന്നു പോയ പണി കിട്ടും. ഇനി 1, 2, 3, 4, 5, 6, 8 മണിക്കൂറല്ലേ ഇത്രയും വെള്ളം ഇനി കൂടുതൽ കെട്ടി വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അറിയാതെ എടുത്ത് കുടിക്കും. അതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റില്ല. ഫാനിട്ടോട് കുറച്ച് നോയ്സ് ആയിരിക്കും കേട്ടോ. ഇത് നേരത്തെ ഞാൻ എടുത്ത് വെച്ച കുപ്പി, അന്നേരം കുപ്പി കാലിയായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാം അവർക്ക് എങ്ങനെയും കുടിക്കണമെങ്കിൽ. അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം രാത്രിയിൽ 9 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കണമെങ്കിൽ ഇച്ചിരി എടുത്ത് വെക്കാം. ഫാനിട്ടോണ്ട് നോയ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ കിണറ്റിപ്പം വെള്ളമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു കെൻറ്റുണ്ട്, അല്ല കെൻറ്റിൻ്റെ മറ്റേ വാട്ടർ പ്യൂരിഫയർ, അത് ഒരു ദിവസം ഇതിൻ്റെ എല്ലാ സാധനം മാറ്റിയിട്ട് 10,000 രൂപയുടെ അടുത്തായി കംപ്ലൈൻ്റ് ആയിട്ട്. അല്ല ഇത് ഇടയ്ക്ക് ഇത് മാറ്റി വെക്കും, ഇതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടാങ്ക്, നമ്മളവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, അത് ഇച്ചിരി ഉയരത്തിൽ വെക്കണം, എന്നാലേ വെള്ളം എന്താ പ്യൂരിഫൈ ചെയ്ത് ശരിക്കും കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ബ്ലോക്കായിട്ട് പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. പറ്റുമെന്ന് അറിയില്ല. ആകെ 14,000 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഇപ്പോൾ ഇത്ര 2 വർഷം 3 വർഷം കൊണ്ടായത്. വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത് കുപ്പിക്കകത്ത്. ഇത്രയും നേരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറുമെന്നൊന്നും അറിയില്ല. ഏതായാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേ എടുക്കും. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് സമയം കിട്ടത്തില്ല. അതിൻ്റെ കൂടെ പണിയുടെ തിരക്കും കാര്യങ്ങളും, പണിയില്ലാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് പണി ഉള്ള സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത്രയും നാൾ ഇട്ടിട്ട് പോയി. അത് ഇപ്പം അങ്ങനെ ശരിയാവില്ലല്ലോ. ചാനൽ വളരണമെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഒരു എഫേർട്ടും കൂടെ വേണ്ടേ. വെറുതെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണാൻ നിൽക്കില്ലല്ലോ. ആൾക്കാർ മണ്ടന്മാരൊന്നുമല്ലല്ലോ. കാര്യം ചെയ്യാം. വീഡിയോ ഇച്ചിരി എഡിറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് മൊബൈലിൽ ഇച്ചിരി നോക്കി കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാം.
ഏകദേശം സമയമാവും. എന്തോ പരവേശമോ ദാഹമോ എന്താണെന്നറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, അതേതായാലും അപ്ലോഡ് ചെയ്യാം. ഒരു വൈഫൈ എടുത്തിട്ടുള്ളായിരുന്നു, പക്ഷെ അതിനിപ്പം 2 ദിവസമായി തീർന്നിട്ട് പൈസ അടച്ചില്ല. അടച്ചാൽ അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇപ്പം ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ആൾക്കാർ കാണുമോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ മാക്സിമം ചുരുക്കിയിട്ട് എടുക്കും. ഹായ്, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച കേട്ടോ. രാവിലെ പള്ളിയിൽ പോയി, കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് ഉപവാസമാണ്. ഇന്ന് നമ്മുടെ 1 ലിറ്റർ ഒരു കുപ്പിയുണ്ട്, കാണിച്ചു തരാം. സാധാ കുപ്പിയില്ലേ 1 ലിറ്ററിൻ്റെ, ഇട്ടയച്ചിട്ട് കാണിച്ചു തരാം. ഈ കുപ്പിയിൽ ഇത്ര വെള്ളം മാത്രമേ ഇന്ന് കുടിക്കുള്ളൂ. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്, ഒരു 9 മണി വരെ ഉപവാസമാണ്, ഫാസ്റ്റിങ്ങാണ്. ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ കുപ്പിയിലെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ. എന്നാന്നറിയില്ല, ഒരു ആപ്ലിക്കേഷൻ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ചെറിയൊരു ക്ഷീണമുണ്ട്, കിടന്നുറങ്ങാം. ഉറങ്ങിയിട്ട് വരാം. കണ്ണൊക്കെ എന്തോ ചുവന്നാറുമ്പോഴായി. രാവിലെ എണീച്ച് പള്ളിയിൽ പോയതല്ലേ, ഉറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഉറക്കം വരുന്നില്ല, വിശപ്പുള്ളതുകൊണ്ടായിരിക്കും ഉറക്കം വരാതെ. 3:10 സമയം. ഇനി ഒരു 5 മണിക്കൂർ കൂടി കഴിയണം. സമയം പോകുന്നില്ല. എല്ലാ സമയത്തേക്കും സമയം പെട്ടെന്ന് പോകുന്ന, ഇപ്പം സമയം പോകുന്നില്ല. കുറച്ചുകൂടെ വെള്ളം കുടിക്കാം, ലേശൂടെ. സമയം എത്രയായി നോക്കട്ടെ. മൂന്ന് 50. ഗ്ലാസ് നോമ്പെടുക്കുന്ന സമയം വൈകുന്നേരം മോരുണ്ട്, മോരുമ്പണ്ടാക്കി. ഇത്ര വെള്ളം ഉണ്ടല്ലോ. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയിട്ടാണ് തോന്നുന്നത്. ബസ്സൊക്കെ കുറവായിരുന്നു, ബസ് കുറവാണ്. ബസ്സല്ല, പ്രത്യേകിച്ച് വണ്ടികളെല്ലാം കുറവാണ്. പുതിയ റോഡിനെ ടാർ ചെയ്തായത്. ഇതുണ്ടോ, എൻ്റെ വീട് ഇതാണെങ്കിൽ തൊട്ട് താഴെ റോഡ് വരുന്നു. പണ്ട് ഇത് നല്ല ഈ ഒരു ഇതില്ലേ, ഈ സ്ഥലം നല്ല ഹൈറ്റിലായിരുന്നു. പിന്നെ JCB എല്ലാം കൊണ്ട് സെറ്റപ്പാക്കി ഇത്രയെങ്കിലും റോഡാക്കിയതാണ്. നമുക്ക് എന്താ ഫോട്ടോയിൽ കാണുമ്പോൾ തിരിയില്ല, അവിടെ ഒരു ചെറിയ
കട്ടിങ് പോലെ ഉണ്ട്. ചിലപ്പോൾ അല്ലാത്തപ്പോൾ വണ്ടി കയറി വരും, വലിയ കയറ്റമൊന്നുമില്ല. ഈ മഴക്കാലത്ത് വെള്ളം ഒലിച്ച് പോകുന്ന സമയത്ത് വണ്ടി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മരമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചൂടില്ലായിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ റബ്ബറാണ്, വെട്ടലൊന്നുമില്ല. കാപ്പിയിലൊക്കെ കുറവ് 1-2 റബ്ബറുണ്ടാവും. ഇതാ ഈ സമയത്ത് ഇതിൻ്റെ ഇലയൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തൂത്തുവാരും, പിന്നെയും വീഴും, പിന്നെ തൂത്തുവാരും. ഇല പൊഴിയുന്ന സമയത്ത് ഇവിടെ എല്ലാം ചുറ്റിനും റബ്ബറാണ്. ഇനി ചെറിയൊരു മഴക്കാർ കാണുന്നുണ്ട്. മഴ പെയ്താൽ പണിയാവും. ചാണകം വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ഇതൊക്കെ കച്ചിയുണ്ട്, അതെല്ലാം നനഞ്ഞു പോകും. റോഡിൻ്റെ സൈഡിലെ നടുക്കൊക്കെ വരയിടുന്ന മെഷീനാണ്. ആണോ, എന്തോ ഒരു മഞ്ഞ മാവ് പോലെ എന്തോ സാധനം ചാടുന്നുണ്ട്. ആ വെള്ളം ചിലയിടത്ത് മഞ്ഞ ലൈനോടും. കാര്യം ഞാൻ കഴിഞ്ഞിട്ട് വരട്ടെ, ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടെ കുടിക്കും. ഇവിടെ കഴിഞ്ഞിട്ട് വരട്ടുണ്ട്, ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടെ കുടിക്കാം. കരവേശ 6 മണി 6 6, 7, 8, 9, ഇനി 3 മണിക്കൂറും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കിട്ടണം. എന്നാ അറിയത്തില്ല, ആദ്യമൊക്കെ ഇത്ര സമയത്ത് കുറച്ച് വിശപ്പുണ്ടായിരുന്നു. ഇപ്പം വലിയ വിശപ്പ് അറിയുന്നില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും വലുതായിട്ടൊന്നും വിശപ്പ് അറിയുന്നില്ല. 9 മണിയാകുമ്പോഴത്തേന് കഴിക്കണം. വെള്ളം തന്നെ ഒരു പകുതി വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ ഏകദേശം പകുതിയേ കുടിച്ചുള്ളൂ. അത് രാവിലെ കുറച്ച് വെള്ളം മാറ്റി വെച്ചായിരുന്നു. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു. അതിന് പകരമായിട്ട് കൈയും കാലും കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചു, എന്നിട്ട് വെള്ളം കുടിക്കാൻ. ഒരു പപ്പ അവിടെ എന്തോ പയറിന് പന്തൽ നാട്ടുന്നുണ്ട്. വെള്ളം കുടിച്ച് വെച്ച് പിന്നെ എന്നാൽ അത് പോയി ചെയ്യാം, എന്നിട്ട് സമയം പോകില്ല അങ്ങനെ. നമ്മുടെ ഗ്ലാസ് എന്തിയാവും? ഗ്ലാസ് എടുത്തു. കുപ്പിയിൽ ഇത്രയും വെള്ളമുണ്ട് കേട്ടോ, ഇത്രയും വെള്ളമുണ്ട്. ഇതാ ഒരു 1/2 ലിറ്ററിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. ചിലവർ പറയും തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാഹം അറിയില്ല പറയും. ചിലവർ പറയുന്നത് തണുത്ത വെള്ളം കുടിച്ചാലാ പെട്ടെന്ന് പരവേശം കയറുന്നത്. ദാഹമൊക്കെ ഉണ്ട് കേട്ടോ. തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ദാഹം കുറച്ച് ശമിക്കുമെന്നേ ഉള്ളൂ, കുറച്ച് കുറയുന്നേ ഉള്ളൂ, പിന്നെ വരും. നമുക്ക് തൊട്ട് ആ പയറിന് മറ്റേ ഇത് പന്തലിടാം. വെള്ളം എടുത്ത് വെച്ചേക്കാം. വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നേ, പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്നേരം ദുഃഖ വെള്ളിയാഴ്ച ആയപ്പോൾ ഏതായാലും അതിൻ്റെയും കൂടെ ഒരു നോമ്പെടുക്കുന്ന ഒരു ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ. ഞാൻ ഇതുവരെ എന്താ പറയുക 50 നോമ്പ് 30 നോമ്പ് 25 നോമ്പൊന്നും എടുത്തിട്ടില്ല. അന്നേരം പോയി സഹായിച്ചിട്ട് വരാം. ഇതന്നെ ഇങ്ങനെ വെച്ച് കിട്ടുമോ? ഇതിന് പയറിൻ്റെ പന്തല കാട്ടും.
ഇതിനായിട്ടും ആ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ചേ കുടിക്കുന്നുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒന്ന് അലക്കിയിട്ട് വരട്ടെ, കുറച്ച് അലക്കാനുണ്ട്. അലക്കി കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ രാത്രി ആകുമ്പോഴത്തേനാ സമയം പോകാൻ ഇച്ചിരി താമസം എടുക്കുന്നത്. നല്ല ദാഹമുണ്ട് കേട്ടോ. അലക്കിയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിക്കാം. രാവിലെ പള്ളി പോയി, അന്നേരം കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു കയ്പ്പ് നീരെന്ന് പറഞ്ഞ സംഭവമുണ്ട്. നല്ല കയ്പ്പുള്ള ഒരു അത് 1 സ്പൂണും കുടിക്കണം. അന്നേരം എന്തോ ചെന്നിനായകോ അതെങ്ങാണ്ട കയ്പ്പ് നീരായിട്ട് ഉപയോഗിച്ചത്. അന്നേരം അത് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് നടന്നു വന്നിട്ട് വെള്ളമൊന്നും കുടിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചെന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഒരു കുപ്പിയുടെ അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിനനുസരിച്ചല്ല വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ വന്നിട്ടാണ് കുടിക്കുന്നത്. ഏകദേശം എത്ര സമയമായി കാണും ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ? അവർക്ക് ഏകദേശം 12 മണി 12:30 ആയെന്നാണ് തോന്നുന്നത്. നേരെ തിരിച്ചു വരുന്നത് രാവിലെ പോയിട്ട്. ഇതുവരെ വെള്ളം കുടിച്ചില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. നല്ല വെയിലും അല്ലേ ഇപ്പോഴത്തെ, ഭയങ്കര വെയിലുമാണ്. ഞാൻ പോയിട്ട് ഒന്ന് അലക്കിയിട്ട് വരാം. തുണിയാവുള്ളൂ, ഈ വെള്ള ബനിയൻ മണക്കണം. പിന്നെ ഇത് പാൻറ്റ്, ഷഡ്ഡി, തോർത്ത പിന്നെ ഇട്ടേക്കുന്ന അലക്കാനുണ്ട്. തോർത്ത അലക്കാനുണ്ടല്ലോ. ഒരു തോർത്ത് നിന്ന് അലക്കാം, രണ്ടും കൂടെ അലക്കണ്ട. എൻ്റെ അത് വെള്ളം എടുത്ത് വെച്ചേക്കണം കേട്ടോ. നല്ല തുണി അല്ലെങ്കിൽ ഞാൻ അവിടെ സർഫാണ് ഇടുന്നത്. സർഫ് ഇട്ടിട്ട് ഉരുക്കും. അത് കാക്കിയും പിന്നെ മറ്റേ ഇതിൻ്റെ ഇടുന്നുള്ളു. കാക്കി പിന്നെ മറ്റേ ആ ബനിയൻ്റെ ക്ലോത്തുള്ള ഇത് ഇടുന്നു. അച്ഛൻ എന്തോ പറഞ്ഞു, നാളെ പറ്റുന്നവരെല്ലാവരും വെള്ള ഷർട്ട് ഇട്ടിട്ട് പറഞ്ഞു. വെള്ള ഷർട്ടിൻ്റെ കാര്യം എന്താ? പറ്റുന്നവരെല്ലാം വെള്ളം ഇട്ടിട്ടുണ്ട്. എന്നാൽ അലക്കിയിട്ട് വേണം കേട്ടോ. ഇത് നമ്മുടെ അലക്കല് സെറ്റപ്പ് ആക്കണം. ഒരു 2-3 കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, തേച്ച് റെഡിയാക്കണം. പോർട്ടബിൾ അലക്കല്ലും കിട്ടും. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കല്ല് പോലത്തെയാണ്, മറ്റേ നമ്മുടെ കരിങ്കല്ലിൻ്റെ കല്ല് കെട്ടിയിട്ട് അതിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് നടുക്കൊരു കമ്പി വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ മാളിലൊക്കെ. അതിന് എത്ര 1000-1500 കണ്ടാന്ന് തോന്നുന്നത് പൈസ. ഞാൻ അലക്കിയിട്ട് വരട്ടെ, കുറച്ച് തുണി അലക്കാനുണ്ട്. കിട്ടതല്ല ഇതെല്ലാം അലക്കണ്ട. അലക്കി കഴിഞ്ഞപ്പോൾ 7 മണിയായി, 7:10. ഇച്ചിരി വെള്ളം കുടിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. വെള്ളം ഇത്രയായി കേട്ടോ, വേണ്ട ഇത്രയായി വെള്ളം.
ഇത്രേ ഉള്ളൂ വെള്ളം. കുളിച്ചിട്ട് വരാം. കുളിക്കിട്ട് പോയിട്ട് ഇനി വെള്ളം ഇനി ഇത്രേ ഉള്ളൂ. 2 മണിക്കൂറുണ്ട്. 9 മണിക്ക് കഴിക്കണം. 8:15 പോയി കുളിച്ചിട്ട് വരാം. നേരത്തെ കുളിക്കാൻ പോയില്ല. 8:30 കുറച്ച് വെള്ളം കൂടെ കുടിക്കാം. അവരുത്തരം ഇവരോട് ഇത്രയും വെള്ളം ബാക്കിയുള്ളൂ ഇനി. ഭക്ഷണം എന്ന് പറയുന്ന ഭക്ഷണം കിട്ടാത്തവരെ സമ്മതിക്കണം അല്ലേ. ഒരു നേരമെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാനാകെ 14 മണിക്കൂറേ നിന്നുള്ളൂ. എന്നിട്ട് വരെ ഇച്ചിരി വെള്ളം എടുത്തുള്ളൂ. കുളിച്ചിട്ട് കുറച്ചുകൂടെ കഴിക്കാം. 1/2 മണിക്കൂറും കൂടെ ഉള്ളു ഇനി. ഒമ്പണിയാകുമ്പോൾ മറ്റേ ഇതാക്കി തരണേ, നാരങ്ങാവെള്ളം. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. അമ്മേ ചോറെടുത്ത് വെച്ചോ. 9:55 ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്. ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാ വെച്ചാൽ വലിയ ഇതുവരെ ഗ്യാസൊന്നും കയറിയിട്ടില്ല. വെള്ളം കുടിക്കുന്നതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. വെള്ളം ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇത്രയും കൂടെ ഉള്ളൂ. അങ്ങനെ ഇപ്പം മുടിയൊന്നും ഇപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. സമയം 9:55 കേട്ടോ. ഭക്ഷണം പൂരി ബാജി രാവിലെ മേടിച്ച ഞാൻ കഴിച്ചില്ല. പൂരിയൊക്കെ നോക്കി ഒരുമാതിരി റബ്ബർ പോലായി. പൂരിയൊക്കെ. ഇച്ചിരി കുറച്ച് നാരങ്ങയുണ്ട്. ഒരു നാരങ്ങ വെള്ളം കൂടെ ആക്കാം. രാവിലെ മേടിച്ച അവരൊക്കെ നാരങ്ങ വെള്ളം കുടിച്ചു. ഞാൻ പിന്നെ സാധാ കുപ്പി വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുടിച്ചില്ല. ആ കുപ്പിയിൽ ലേശം വെള്ളം കൂടെ ഉണ്ട്. അതും കൂടെ കുടിച്ച് ചേർത്തേക്കാം. ഇത്രയും വെള്ളം കൂടെ ഉണ്ട്. ഇത്രയും വെള്ളം കൂടെ ഉണ്ട്. ബാക്കി നിങ്ങൾ കുടിക്കാം. വെള്ളം ഇറക്കിയിടുമ്പോൾ നല്ല സുഖം. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഇത്ര നേരം ഒന്നും കഴിച്ചില്ല. സത്യമായിട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. ആ വലിയ എന്താ പറയുക, വിശപ്പ് നല്ലതായിട്ട് അറിയുന്നുണ്ട്. വയറുണ്ടോ വിശപ്പ് നല്ലതായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് നല്ല വയറുണ്ടാകും. വിശപ്പ് നല്ലതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് വലിയ ക്ഷീണമില്ല. നല്ല വിശപ്പ് അറിയുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്തൊന്നും പോയി എനിക്ക് തന്നില്ല ഞാൻ. ഇങ്ങനെയൊക്കെ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പട്ടിണിയുടെ വിലയൊക്കെ കറക്റ്റ് മനസ്സിലാവും നമുക്ക്. ഭക്ഷണത്തിൻ്റെ ഒരു വിലയൊക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. നോമ്പ് എടുക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. രാവിലെ ഞാൻ ആകെ തിന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അകത്ത് കാണിച്ചു തരാം. രാവിലെ ഒരു നമ്മുടെ കുരിശപ്പം വെച്ചൊരു അപ്പം ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കൊടുത്തിട്ട്. അതിൻ്റെ ചെറിയൊരു കഷ്ണം രാവിലെ തൊട്ടേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയ കഷ്ണം
കട്ടൻ ചായയുടെ കുറച്ചും കൂടെ കുടിച്ചിട്ടേ ഞാൻ പോയുള്ളൂ. ഇത്ര നേരം 14-14.5 മണിക്കൂർ ഈ ഒരു കുപ്പിയിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. അത് കുപ്പിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചായ കുടിച്ചെന്ന്, അതിന് പകരമായിട്ട് കുപ്പിയിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നേ. ഇത്രയും വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. സമയം 6 ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു. നാരങ്ങ വെള്ളം കറക്കിയിട്ട് വരട്ടെ. പോയിച്ചു നാരങ്ങ വെള്ളം ആക്കിയിട്ടുണ്ടേ. സമയം എത്രയായി നോക്കട്ടെ. ഇതാ 8 കറക്റ്റ് 8:59. 9 ആകുമ്പോൾ കറക്റ്റ് കഴിക്കാൻ തുടങ്ങി. കഴിയട്ടെ. സമയമായോ? 8:59. പെട്ടെന്ന് ലാസ്റ്റായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല വിശപ്പുണ്ട്. കറക്റ്റ് 9 മണി ആയിട്ടുണ്ടേ. കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. കഴിക്കാം. അമ്മേ ചോറ് അമ്മേ. ആദ്യം വെള്ളം കുടിക്കാം. കർത്താവേ, അമ്മ ചോറ് എടുക്ക്. ഇത് കഴിക്കട്ടെ. കഴിച്ചിട്ടാണ് ചോറും കൂടെ ഉണ്ട്. കഴിച്ചിട്ടാണ് എന്നാ കണ്ട. ഒരു 2 മിനിറ്റ് കൊണ്ട് ഭാജിയും പൂരിയും കഴിഞ്ഞു. ചോറ് കഴിക്കട്ടെ. ഉപ്പെടുക്കണം. ഉപ്പെടുത്തില്ല അമ്മ. ഇച്ചിരി ഉപ്പ് തരുമോ? മോരൊന്നുമില്ല. ഇത് കഴിച്ചിട്ട് വേണം കേട്ടോ. ഇങ്ങോട്ട് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. വിശന്നിട്ട് കണ്ണും കൈയും കാണുന്നില്ല. ഗുളികയെല്ലാം കഴിച്ച് കിടന്ന് ഉറങ്ങുക കേട്ടോ. ഫുഡെല്ലാം കഴിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. ഇവരെ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റാ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ എഫേർട്ട് ഇട്ടെടുത്ത വീഡിയോ കേട്ടോ. ശരിക്കും എന്താ പറയുക, ആ വിശപ്പിൻ്റെ വിളി ശരിക്കും നമുക്ക് മനസ്സിലാവും കഴിക്കാതൊക്കെ ഇരിക്കുമ്പോൾ. ഭയങ്കര ആ ലാസ്റ്റ് ആയപ്പോൾ തന്നെ നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പിന്നെ രാവിലെ മേടിച്ച പൂരി ഉണ്ടായിരുന്നു. പൂരി 2 എണ്ണം, ബാജിക്കറിയും പിന്നെ ചോറ് നന്നായിട്ട് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഗ്യാസ് കയറാറായിരുന്നു. ഇനി കുറച്ചുകൂടെ നിന്നായിരുന്നെങ്കിൽ 14-14.5 മണിക്കൂറേ നിന്നുള്ളൂ. കുറച്ചുകൂടെ നിന്നായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഗ്യാസ് കയറുമായിരുന്നു. പിന്നെ ആകെ പണി പറ്റിയെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ മറ്റേ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രിസ്ത്യാനികൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈശോ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഓരോ ഈശോ സഹിച്ച ഓരോ പീഡകളും ഒരു ഇതൊക്കെ ഉണ്ട്. എന്താ ഈശോ ഗാഗുൽത്ത മലയിലൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ
സഹിച്ചിങ്ങനെ പോയ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന സംഭവം നമ്മൾ ആചരിക്കുന്നത്. അന്നേരം അത് കുറേ ഓരോ ഇങ്ങനെ നടക്കാനുണ്ട്, ഓരോ സ്ഥലം, 12-ാം സ്ഥലം, 10-ാം സ്ഥലം, 1-ാം സ്ഥലം എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അന്നേരം അതിലേക്കൂടെയൊക്കെ നമ്മൾ പോയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു. അങ്ങോട്ട് നടന്നതെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ കണ്ണികളൊക്കെ അടിച്ച് ചുണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി. എന്നിട്ട് ഒരു 12:45 എത്തിയപ്പോൾ ഒരു വെള്ളം ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം കുറേ പേര് ഓടി വന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് ലാസ്റ്റ് എത്തിയ സമയത്ത് കഞ്ഞിയും കുറേ നല്ല കൂട്ടുകറിയും അച്ചാറും മോരും എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും ഒരു വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. കുടിച്ചത് ഒരു സ്പൂണ് കയ്പ്പ് നീരെന്ന് പറഞ്ഞാൽ അന്ന് കുരിശിൻ്റെ വഴി പോകുന്നതിന് മുമ്പ് ഭയങ്കര കയ്പ്പ്. ആ സാധനം നമ്മൾ എന്തോ സാധനം നല്ല കയ്പ്പുണ്ട്, നല്ല കട്ടി കയ്പ്പ്. അതും കുടിച്ചിട്ടാണ് ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോയത്. എന്നുവെച്ചാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ ഇത്രയൊക്കെ സഹിച്ചിട്ടാണല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹിച്ചില്ല. അന്നേരം ഞാൻ ഇതുവരെ നോമ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അന്നേരം ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ ഇത്രയും സഹിച്ച് നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ. വലിയ ഓവർ ക്ഷീണമൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒരു കുപ്പി മാക്സിമം 1 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത് കുടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേന് ഇപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് കയറുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. അധികം വലിയ ഗ്യാസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഗ്യാസ് കയറുമെന്ന് തോന്നുന്നു. അന്നേരം വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇച്ചിരി എഫേർട്ട് എടുത്ത് ഇട്ട വീഡിയോയാണ്. ഒരുപാട് ബുദ്ധിമുട്ടി എഫേർട്ട് എടുത്തിട്ട വീഡിയോയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ. പിന്നെ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെ പറ്റുന്ന മാക്സിമം ഞാൻ അത് ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ടാറ്റാ.